നമ്മള് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മൈൻഡ് ഫുള്ളാക്കി ഇരിക്കുക എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അതെന്തായാലും പോസിബിൾ അല്ല, നമുക്കറിയാലേ. നമ്മുടെ ബോഡി തന്നെ ഇപ്പം നമ്മുടെ സ്റ്റൊമക്ക് തന്നെ ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരിക്കലും മൈൻഡ് ഫുള്ളാക്കുക എന്നുള്ളതല്ല, മൈൻഡ്ഫുൾനെസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരം ഒരു സ്ഥലത്തും മനസ്സ് ഒരു സ്ഥലത്തും എന്നുള്ളതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരവസ്ഥ, അല്ലെ? നമ്മളിപ്പോ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന ചിലപ്പം ജോലിയെ കുറിച്ച്, ജോലിയുടെ സ്റ്റൈലോ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നീക്കും എന്നുള്ള കാര്യമായിരിക്കും. ഇനി ജോലി ചെയ്യാൻ അവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആലോചിക്കുന്നത്? വീട്ടില് എന്തൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങള്, ഏഹ് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ വരാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നത്. ഇനി വീട്ടിൽ വന്നാൽ ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. ഒന്നുകിൽ കഴിഞ്ഞ കാലമായിരിക്കും, കഴിഞ്ഞ കാലത്തിന്റെ ഒരു എന്താ പറയാ നിരാശയോ, അല്ലെങ്കിൽ ഒരു അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു വിഷമം, അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കാം ഒന്നുകിൽ. അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു പേടി, ആങ്സൈറ്റി, ഭാവിയിൽ എന്ത് വരാൻ പോകുന്നു, എന്ത് സംഭവിക്കാൻ പോകുന്നു, ആ ഒരു ചിന്ത. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോർമലായിട്ട് നമ്മുടെ പതിവ്. ബുദ്ധൻ പറയുന്നുണ്ട്, നമ്മൾ പാസ്റ്റിനെ പിന്തുടരുകയോ ഫ്യൂച്ചറിനെ പേടിച്ചിരിക്കുകയോ ചെയ്യരുത് എന്നൊരു കോട്ട്സിൽ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറയാനുള്ളതെന്ന് വെച്ചാല്, യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്, അല്ലെ? യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി ആൻഡ് ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് അവർ മാസ്റ്ററി. ഇങ്ങനെയാണ് പറയുന്നത്. യെസ്റ്റർഡേ ഒരു ഹിസ്റ്ററിയാണ്, കഴിഞ്ഞുപോയി. ടുമോറോ മിസ്റ്ററിയാണ്, നിഗൂഢതയാണ്, നമുക്കറിയില്ല. ദെൻ ടുഡേ ഈസ് അവർ മാസ്റ്ററി. അപ്പോ ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷമാണ് ശരിക്കും നമുക്കുള്ളത്. നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഈ നിമിഷമാണ്. ശരിക്കും ഈ നിമിഷങ്ങളുടെ ഒരു സീരീസിനെയാണ് ശരിക്കും നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഫ്യൂച്ചറിൽ വരാനുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ടെൻഷനോ കഴിഞ്ഞുപോയ കാര്യങ്ങളുള്ള വിഷമോ അല്ല ശരിക്കും ലൈഫ് എന്ന് പറയും. ഓക്കെ, ഇനി അതാണ് നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ മെയിൻ പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്, ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ശരിക്കും നമുക്കറിയാം, പുരാതന കാലത്ത് തന്നെ നമ്മുടെ മഹാന്മാരായ ആളുകളെല്ലാം അവർ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നവരാണ്. എൻലൈറ്റ്മെന്റ് ഉണ്ടായിട്ടുള്ള എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സും അവര് ഒരു സമയത്ത് ഈ ഒരു മൈൻഡ്ഫുൾനെസ് നല്ലോണം ചെയ്ത് അതിനുവേണ്ടി സമയം കണ്ടെത്തി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നത് കൊണ്ടാണ് അവർ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയത്. ഇനി നമ്മുടെ മോഡേൺ സൈക്കോളജിയിലേക്ക് വരികയാണെങ്കിൽ, ഈ മൈൻഡ്ഫുൾനെസ് 1979 തൊട്ടാണ് ശരിക്കും ഒരു പഠന വിഷയമാക്കുകയും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുള്ളത്. ഡോക്ടർ ജോൺ കബാറ്റ്സിൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ നടത്തിയ ഒരു റിസർച്ചിലാണ് ഈ ഒരു മൈൻഡ്ഫുൾനെസിന്റെ ശരിക്കുള്ള ഈ എഫക്റ്റ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. അവിടെ കുറെ ആളുകളെ അദ്ദേഹം പരീക്ഷണത്തിനായി കൊണ്ടുവന്നിട്ട് വിട്ടുമാറാത്ത വേദനയുള്ളവര്, സ്ട്രെസ് അനുഭവിക്കുന്നവര്, അവർക്കെല്ലാം പ്രത്യേകമായിട്ട് മൈൻഡ്ഫുൾനെസിന്റെ കുറെ പ്രാക്ടീസുകൾ കൊടുത്തു.
8 ആഴ്ചയോളം അവരെ അദ്ദേഹം വാച്ച് ചെയ്യുകയും അത് ആ വാച്ചിങ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് നല്ല റിലീഫ് ഉണ്ടായതായിട്ട്, അവരുടെ സ്ട്രെസ്സിലും അവരുടെ പെയിനിലും ഒക്കെ നല്ല മാറ്റം ഉണ്ടായതായിട്ട് അദ്ദേഹം കണ്ടെത്തി. കാരണം ഇത് ബ്രെയിൻ സെൽസില് നല്ല ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട്, ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം അതിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: നിശ്ചിത രീതിയിൽ ബോധപൂർവം വർത്തമാന കാലത്തിൽ, മീൻസ് നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ യാതൊരു മുൻവിധിയും ഇല്ലാതെ ശ്രദ്ധിക്കുക, ശ്രദ്ധ നൽകുക. ഇതാണ് അദ്ദേഹം പറഞ്ഞ മൈൻഡ്ഫുൾനെസിന്റെ ഡെഫിനിഷൻ. മോഡേൺ സൈക്കോളജിയിലെ ഏറ്റവും പ്രബലമായ, ഏറ്റവും ആദ്യത്തെ ഡെഫിനിഷൻ ഇതാണ്. അതായത് നമ്മൾ ബോധപൂർവം, ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി സ്പിരിച്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പല ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റൂമി പറയുന്നുണ്ട്, ബി ദ സോൾ ഓഫ് ദ പ്ലേസ് വെയർ യു ആർ. നിങ്ങൾ എവിടെയാണോ ആ സ്ഥലത്തിന്റെ സോളായി മാറുക, ആത്മാവായി മാറുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതിൽ സ്റ്റഡി നടത്തിയ ഒരു വ്യക്തിയാണ് തിക് നാട്ട് ഹാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്. അദ്ദേഹം വിയറ്റ്നാംകാരനാണ്. അദ്ദേഹത്തിന്റെ സർവീസ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ്. അദ്ദേഹം ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. അദ്ദേഹം പേരൊന്നുകൂടെ ഒന്ന് ഒരുപാട് പറയാമോ? പേരൊന്നുകൂടെ ഒന്ന് പറയാമോ സൈക്കോളജിസ്റ്റ്? തിക് നാറ്റ് ഹാൻ ഒരു വിയറ്റ്നാമീസ് നെയിമാണ്. THICNATHAN 3 വാക്കുകളാണ്. തിക് നാറ്റ് ഹാൻ. അദ്ദേഹം കുറെ ബുക്സ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്: പീസ് ഇസ് എവരി സ്റ്റെപ്പ്. അതായത് എല്ലാ സ്റ്റെപ്പിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം എന്നുള്ള ഒരു കണ്ടുപിടുത്തം. അദ്ദേഹമാണ് ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം തന്നിട്ടുള്ളത്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് സെൻസ് ചെയ്യുക എന്നുള്ളത് മിനിമം കേട്ടിട്ടുണ്ടോ? ഓക്കെ. നമ്മൾ ഭക്ഷണത്തിന്റെ ആ ഒരു സെൻസ് മാത്രം അറിയുക, അതിന്റെ ടേസ്റ്റ്, അത് വായിൽ വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റ്, അത് ഇറങ്ങുമ്പോൾ ഉള്ള ടേസ്റ്റ്, അങ്ങനെ അതിന്റെ ഓരോ സെൻസേഷനും നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഈറ്റ് ചെയ്യാന്ന്. മൈൻഡ്ഫുൾ വാക്കിംഗ് അദ്ദേഹം പഠിപ്പിച്ച ഹാബിറ്റ്സ് ആണ്. മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ചുവടുകളും അറിഞ്ഞു വെക്കുക, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഓരോ സ്റ്റെപ്പും ഭൂമിയിൽ വെക്കുമ്പോൾ അത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് അറിഞ്ഞു വെക്കുക. അങ്ങനെ എല്ലാത്തിലും ഇത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെ ജോലി സ്ഥലത്ത് മൈൻഡ്ഫുൾ വർക്കിങ്ങില്. അതുപോലെ എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ് ഡിഷ് വാഷ് അല്ലെ? നമ്മൾ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അതിലൊക്കെ ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മറ്റുള്ള ഒരു കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ അതിൽ മാത്രം ഓക്കെ, ജസ്റ്റ് നമ്മൾ അത് ക്ലീൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതുപോലെ മൈൻഡ്ഫുൾ കുക്കിംഗ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടൊക്കെ വ്യത്യാസമായിരിക്കും. നമ്മൾ സാധാരണ ഒരു ഫോർമാലിറ്റി, ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നതിനേക്കാളും നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കോട്സ് ആണ്: ജീവിതം ഒരു ഓട്ടമത്സരമല്ല, നിങ്ങൾ പതുക്കെ നടക്കുമ്പോൾ ഓരോ നിമിഷവും ജീവിക്കുന്നു. വേഗത്തിൽ ഓടിയാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയേക്കാം, പക്ഷേ വഴിയിലെ മനോഹരമായ പൂക്കളെയും പക്ഷികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോ നമ്മൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വേഗം ഓടിപ്പോവുക എന്നതിനേക്കാളും
ആ വഴി, ആ യാത്ര നമ്മൾ എൻജോയ് ചെയ്യണമെന്നൊരു കൺസെപ്റ്റാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഓടിപ്പോയി ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നമുക്ക് വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. നമ്മുടെ ലൈഫ് ഒരു യാത്രയായിട്ട് ഉപമിച്ചാൽ അങ്ങനെ നമ്മൾ ഓരോന്നും ആസ്വദിച്ച് ആ ഒരു രീതിയിൽ അതിന്റെ ഒരു റിതം അനുഭവിച്ച് പോവുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരാം. മനസ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം അല്ലെ? 70,000 ചിന്തകള് മിനിമം ഒരു ദിവസം കടന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 70,000 ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല. സാധിക്കുമോ? ഇത്രയധികം ചിന്തകള് ശരിക്കും ശൂന്യതയിൽ നിന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല. പിന്നെ നമുക്ക് അതിനെ ഒരു എന്താ പറയാ, ആകാശത്തിലൂടെ കടന്നു പോകുന്ന മേഘങ്ങളായിട്ട് കാണാനേ സാധിക്കും. നമ്മൾ ആകാശമായി നിലകൊള്ളുക, ദെൻ മേഘങ്ങൾ വരുന്നു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഈ ചിന്തകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം. റെയിൻ ടെക്നിക് എന്നാണ് ഇതിന് പറയുന്നത്. റെയിൻ, RAIN. ഓക്കെ. അപ്പൊ അതില് ഒരു 5 4 ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 4 പ്രോസസ്സുകളുണ്ട്. ഓക്കെ. R ഫോർ റെക്കഗ്നൈസ്, A ഫോർ അക്സെപ്റ്റ്, I ഫോർ ഇൻവെസ്റ്റിഗേറ്റ്, N ഫോർ നോൺ ഐഡന്റിഫിക്കേഷൻ. ഇങ്ങനെയാണ് ആ റെയിൻ വരുന്നത്. ഇനി ഓരോന്നും ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറയുന്ന റെക്കഗ്നൈസ്, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. റെക്കഗ്നൈസ് എന്താ തിരിച്ചറിയേണ്ടത്? നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റില്ലായിട്ട് ഇരിക്കണം. അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു എക്സ്ട്രാ ഒരു ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരാതെ നമുക്കിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തകൾ വരുന്നു. ദെൻ നമ്മൾ അത് റിക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയുന്ന ഒരു ടെക്നിക്ക്. അത് ഇമോഷൻസ് ആകാം, തോട്ട്സ് ആകാം, ഏത് കാര്യമാണെങ്കിലും നമ്മൾ അതിനെ നോക്കിക്കാണുക. ഓക്കെ, അതാണ് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അക്സെപ്റ്റ്. നമ്മൾ ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞില്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റക്കായി കിടക്കാതെ നമ്മൾ ഇപ്പോൾ എന്താണ് റിയാലിറ്റി, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു നമ്മളെ വീട്ടിലേക്കൊരു പാമ്പ് കയറി എന്ന് വിചാരിക്കും, സപ്പോസ്. അപ്പൊ ഇപ്പൊ ആ സമയത്ത് നമ്മള് കുറെ എന്താ പറയാ, അതിന്റെ റീസൺസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുക. ഇങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഈ ഗേറ്റും ഈ ഡോറും ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്തതാണല്ലോ, ഇത് ആരാ തുറന്നിട്ടത്? എന്നിട്ട് ആരുടെങ്കിലും തലയിൽ വെക്കുക, ബ്ലെയിം ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ആയിരിക്കുമോ നമ്മൾ ചെയ്യുന്നത്? അതേ സമയത്ത് യെസ്, ഇപ്പൊ ഇവിടെ എത്തി, ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് സേഫ് ആക്കാം, അതിനെ എന്താ ചെയ്ത് നമ്മൾ സേഫ് ആകുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? അപ്പോ അതാണ് ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. സിറ്റുവേഷൻസ് എങ്ങനെ വന്നു, ഈ സാഹചര്യം നമുക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ ഇതാണ്, ഓക്കെ. അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ ബ്ലെയിം ചെയ്ത് എക്സ്ക്യൂസ് കണ്ടുപിടിച്ചാൽ ആ സ്റ്റേറ്റിന്, ആ അവസ്ഥക്ക് ഒരു സ്പേസ് ഇല്ലാതായി പോകും. നമ്മൾ അതിൻ്റെതായ സ്പേസ് കൊടുത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ അത് നമുക്ക് ആ എനർജി നമുക്ക് എന്തായി വരില്ല, ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല, ആ തോട്ട്സ്. ഓക്കെ. ദെൻ അടുത്തത് ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ്. ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ തോട്ട്സ് ശരിക്കും, തോട്ട്സ് ഇമോഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു തോട്ട്സ് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ഈ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നടത്തുന്നതെന്ന് നമ്മളൊന്ന് നോക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്യും. ഓക്കെ. ചില തോട്ട്സ് വരുമ്പോൾ നമുക്ക് നെഞ്ചിൽ ഭയങ്കര ഭാരം
തോന്നും അല്ലെ? നമുക്ക് തന്നെ അറിയാം എന്താണെന്ന് അറിയില്ല. നെഞ്ചില് ഭയങ്കര വെയിറ്റ് തോന്നുന്നു. കൈകള് വിറക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ല ചില തോട്ട്സ് വരുമ്പോൾ നമ്മുടെ ബ്രീത്ത് ഭയങ്കര ഫാസ്റ്റർ ആവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ മോണിറ്റർ ചെയ്യാന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുൾ ആകാനുള്ള ഒരു ട്രിക്കാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഈ തോട്ട് ആദ്യം നമ്മൾ തോട്ടിനെ റെക്കഗ്നൈസ് ചെയ്തു. അതിനുശേഷം ഇത് നമ്മുടെ ബോഡിയിൽ എവിടെ എന്താണ് ഇത് ഉണ്ടാക്കുന്ന റിഫ്ലക്ഷൻ എന്ന് നമ്മൾ നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ഉള്ളതാണ് നോൺ ഐഡന്റിഫിക്കേഷൻ. എന്ന് വെച്ചാൽ വേർതിരിക്കുക എന്നുള്ളതാണ്. വേർതിരിക്കുക. ഇത് ഓക്കെ, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് എടുത്തു നോക്കിയാൽ ഗൾഫ് മേഖലയിൽ വാർ നടക്കുന്നു അല്ലെ? നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതിൽ? നമുക്കൊന്നും ചെയ്യാനില്ല. ദെൻ നമ്മൾ അതില് എന്താ പറയാ പാനിക്കായിട്ട് വല്ല കാര്യമുണ്ട് അല്ലെ? ഇപ്പൊ ഈവൻ നമ്മൾ അവിടെ പ്രവാസി സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർക്കും അതിലൊന്നും ചെയ്യാനില്ല. എന്നാ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ പാനിക്കായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. ഈ ചിന്തകള് നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ളതാണോ? നമ്മളിപ്പോ നമ്മൾ തന്നെ കുറെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അതേസമയം അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ലേബൽ ചെയ്ത് ഓരോ ബോക്സിലാക്കി വെച്ചാൽ എന്ത് ക്ലിയർ ആണ് എന്ന് പറഞ്ഞ പോലെ ഇത് നോൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ തോട്ട്സിന്റെ കാര്യത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും അപ്പോ ഈ പറയുന്നത് നമ്മൾ ഒരു മൂന്നാം കക്ഷിയായിട്ട് നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു ഇത്. മീൻസ് നമ്മളൊരു മാച്ച് ഒക്കെ കാണുന്ന പോലെ ഇപ്പൊ നമുക്കറിയാലേ 2020 വേൾഡ് കപ്പ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോ അതിലെ ആ ഒരു സെൻസേഷൻ നമ്മുടെ സഞ്ജു സാംസന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ എല്ലാ ഈ പറഞ്ഞ മൈൻഡ് പവർ ടെക്നോളജിയും യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഗ്രാറ്റിറ്റ്യൂഡ്, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. വീഡിയോസിലൊക്കെ കാണാം അദ്ദേഹത്തിനെ കൊണ്ടുപോയ എന്താ പറയാ ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർമാർ, ഓട്ടോ ചേട്ടന്മാർക്ക് വരെ താങ്ക്സ് പറഞ്ഞായിട്ട് വീഡിയോസിൽ കാണാം. അതുവരെ ഓർത്തിരുന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ പല സമയത്തും അദ്ദേഹത്തിനെ മാനസികമായിട്ടും ഒക്കെ തളർത്തുകയും ടീമിൽ നിന്ന് തഴയുകയും ഒക്കെ ചെയ്ത സമയത്തും ഓക്കെ ഞാൻ തിരിച്ചു വരും എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനും അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ ഒരു ഇത്രയും നല്ലൊരു വിജയമൊക്കെ നേടുന്നതിന് മുമ്പ് തന്നെ നടന്നൊരു ഇന്റർവ്യൂ ആണ്. കഴിഞ്ഞ ദിവസമാണ് ഞാനത് കണ്ടത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇല്ലാതെ ടീം ഇന്ത്യ കളിക്കാൻ ഇറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ മുമ്പ് തന്നെ അതൊക്കെ വിഷ്വലൈസ് ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ദെൻ അതിപ്പോ റിയാലിറ്റി ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ ശരിക്കും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഒരു സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് നടക്കുമ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ നമ്മളൊന്ന് കണ്ടു നോക്കുക. ഗാലറിയിൽ കുറെ ഓഡിയൻസ് ഉണ്ടാവും അല്ലെ? ദെൻ കമന്റേറ്റർമാരുണ്ടാവും, പല ആൾക്കാരുണ്ടാവും. ഈ ഈ കളിക്കുന്ന ഈ വ്യക്തി ശരിക്കും ഇതെല്ലാം ശ്രദ്ധിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഉം? ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഈ പറഞ്ഞ ഓഡിയൻസ് അവിടെ നിന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ പിന്നെ കോച്ച് അവിടെ നിന്ന് പറയുന്നു. ദെൻ കോച്ച് പറയുന്നത് ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഏതൊരു ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെയും ഇടക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ നമ്മള് ഈ നമ്മുടെ ലൈഫിനെ ഒരു മാച്ചായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാല് ഗാലറിയിൽ ഇരിക്കുന്നതും നമ്മളാണ്, അവിടെ പ്ലേ ചെയ്യുന്നതും നമ്മളാണ്. ആ ഒരു കൺസെപ്റ്റിൽ ഒന്ന് നോക്കി നമ്മള് ഓക്കെ ഗാലറിയിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നൂലേ ഇങ്ങനെ അല്ല കളിക്കേണ്ടത്, ഇങ്ങനെയല്ല അവിടെ ഒരു മൂവ്മെന്റ് വേണ്ടത്.
അപ്പോൾ അത് നമ്മൾ തന്നെയാണ് അവിടെ പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ചേഞ്ചസ് വരുത്താൻ പറ്റും, അല്ലേ? ഇപ്പം വേറെ ഒരാൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് ഇതല്ല, പ്രാപ്യമല്ല. ഇത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ വാച്ച് ചെയ്യുക എന്നുള്ള ഒരു ബേസിക്സിലാണ്, തിയറിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്. നമ്മൾക്ക് എന്താണോ പറ്റുന്നത് ആ രീതിയിൽ നമ്മുടേതായ സ്റ്റൈലിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സമയം ആയി വരുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ മൈൻഡ്ഫുൾ ആകാൻ സഹായിക്കും. ഈ വെള്ളം നമുക്ക് ഒരുപാട് വൈറ്റൽസ് ഒക്കെ തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കുക, ഓരോ ഇറക്കും ശ്രദ്ധിച്ച് ഇറക്കുക. ഈവൻ നമ്മൾ ബാത്തിങ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഓരോ ഈ വാട്ടർ ഡ്രോപ്സും നമ്മളെ ക്ലെൻസ് ചെയ്യുന്നു, അങ്ങനെയുള്ള അഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ ആക്ടിവിറ്റിയും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളാണ്. സമയം തീരാനായി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, നമ്മുടെ ഫീഡ്ബാക്കുകൾ പറയാം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതൊരു വിശാലമായ സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇനിയും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, വിശദമായ സ്റ്റഡീസ് നടത്താം. ഓക്കെ, ഇതിലെന്തെങ്കിലും സർ, ഒരു പറയാൻ? ഡൗട്ട് ഉണ്ട്. ആ, ഒരു ഡൗട്ട് ചോദിക്കാം. ഉണ്ട്. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് അവർ, അതെന്ത് പറഞ്ഞേ? ഓർ മാസ്റ്ററി. നമ്മൾ ഇന്നാണ് നമ്മുടെ കർമ്മം ആ, ചെയ്യേണ്ട സമയം എന്ന് പറയില്ല, മാസ്റ്ററി. ഓക്കെ. Thank you, sir. Within this short time, no, you have given a very insight about our mindfulness. വളരെ എഫക്റ്റീവ് ആയിരുന്നു. സാറിന്റെ ഒരു 30 minutes ആണെങ്കിലും പക്ഷെ അതിനകത്ത് തന്നെ ഫുൾ ഓഫ് എന്താ പറയാ, കടുകുമണി ചെറുതാണെങ്കിലും അതിലുള്ളിലുള്ളതെന്ന് കണ്ടന്റ് എന്ന് പറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറെ നമുക്ക് നന്നായിട്ട് കിട്ടി. പിന്നെ ആ തോട്ട്സിനെ ക്ലൗഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതും അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ ഒരു ഇമാജിനേഷനും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ അത് ഇത്രയും പറയാൻ പറ്റും. പിന്നെ എന്താ പറയാ, ഒരുപാട് ഐഡിയാസ് സാറ് തന്നു. മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ വർക്കിംഗ്, മൈൻഡ്ഫുൾ കുക്കിംഗ്, പിന്നെ മൈൻഡ്ഫുൾ ഡിഷ് വാഷ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് ചെയ്യാന്നുള്ള ഒരു മീനിങ്ങിലല്ലേ സാർ പറഞ്ഞത്. ഇതൊക്കെ വളരെ ഒരുപാട് കാര്യങ്ങൾക്ക് പുതിയ അറിവായിരുന്നു. മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് അറിയാമായിരുന്നു, ലിവ് ഇൻ ദ പ്രസന്റ്. പക്ഷെ മോർ ദാൻ ദാറ്റ് യു ഹാവ് ഗിവൺ അസ്. വളരെ വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കിട്ടി. പിന്നെ ആ റെയിൻ എന്നുള്ള ആ ഒരു എന്താ പറയാ, മൈൻഡ്ഫുൾനെസിന്റെ ആ ഒരു ഇക്വേഷൻ കിട്ടിയത് വളരെ നന്നായി. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, തോട്ട്ഫുൾ ആയിരുന്നു. പിന്നെ എന്താ പറയാ, ഒബ്സർവ് ദ തോട്ട് ആസ് എ തേർഡ് പേഴ്സൺ, വളരെ നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊരു മൂന്നാമത് ഒരാളായിട്ട് അല്ലെ ഒരു ഒബ്സർവർ ആയിട്ട് തേർഡ് പേഴ്സൺ ആയിട്ട് ഇന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും, നമ്മുടെ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്സസ്, എന്താ എല്ലാ കാര്യങ്ങൾക്കും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഒരു സെൽഫ് അവയർനെസ് കിട്ടാനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ മോർ ദാൻ ദാറ്റ് വൺ, ലിവ് ഇൻ ദ പ്രസന്റ്. പാസ്റ്റിനെ നമ്മൾ അപ്പാടെ നമ്മൾ എന്താ പറയാ കളയുക. കാരണം പാസ്റ്റിൽ ജീവിക്കുന്ന പറയുന്നത് തന്നെ നമുക്കൊരു ഡിഫിക്കൽട്ട് അല്ലേ, അത് പെയിൻഫുൾ ആവാം, ലോസ് ആവാം. പിന്നെ ഫ്യൂച്ചറിനെ പറ്റി ആങ്സൈറ്റിയും വേണ്ട, ലിവ് ഇൻ ദ പ്രസന്റ്. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. ഇനി ഇതിന്റെ ഒരു മെഡിറ്റേഷനും സാറിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് സെഷന്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബെസ്സി മാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി മാം രണ്ടാമത് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. താങ്ക് യു ഫോർ വാല്യുബിൾ ഫീഡ്ബാക്ക്. പിന്നെ ആർക്കെങ്കിലും ഇനി പറയാനുണ്ടോ? ദീപ മാം, മിനി മാം, ആർക്കെങ്കിലും പറയാനുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു സാർ. കുറെ ഐഡിയാസ് കിട്ടി. മൈൻഡ്ഫുൾനെസിന്റെ മുമ്പും ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ ഒരു ശീലമാണ്, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ
ഈ ക്ലാസ്സും അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത്. മുമ്പ് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന്റെ ഓഫ്ലൈൻ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കുറെ പുതിയ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലും പഠിക്കാൻ കഴിഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. വെൽക്കം ദീപ മാം. അപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു സ്റ്റാർട്ടിങ് മെഡിറ്റേഷൻ, നമ്മൾ ജസ്റ്റ് ബോഡി സ്കാൻ പോലെ അവയർനെസ് ഒരു മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ട് ഓക്കെ മിനി മാം താങ്ക് യു, ചാറ്റിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അത് വരും, അതിൻ്റെ ലിങ്ക് വരും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാം. ഓൺ വോയിസിൽ ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനിയും നമുക്ക് ഓരോ പർപ്പസിനുള്ള മെഡിറ്റേഷൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വന്നവർക്കെല്ലാം ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ 10 സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 11ാമത്തെ സെഷനിൽ നമുക്ക് ഗസ്റ്റായിട്ട് നമ്മുടെ മെഡിറ്റേഷൻ മാസ്റ്റർ ട്രെയിനർ സ്റ്റെഫി മാം വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലും കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ വൺസ് അഗൈൻ. Thank you, sir. ഗുഡ് നൈറ്റ്. Thank you, sir. Good Thank you, sir. Thank you, sir. Good night. താങ്ക് യു സർ. താങ്ക് യു.